welcome back to Creative J. Thank you so much for all the support towards my little talent. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. Let's go to the video. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ലിറ്റിൽ ഗേളിനെയാണ്. സാധാരണ നമ്മുടെ ഇന്ത്യൻ ഫെസ്റ്റിവൽസിനൊക്കെ കുഞ്ഞു കുട്ടികളെ ഒരുക്കൂലേ, കുഞ്ഞു പെൺകുട്ടികളെ. അപ്പോൾ അതുപോലെ പട്ടുപാവാടയും ബ്ലൗസൊക്കെ ഇട്ട് നിൽക്കണ ഒരു കുഞ്ഞു പെൺകുട്ടിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്നും എടുക്കുന്നത് പോലെ പേസായിട്ട് ഇവിടെ ഞാനൊരു ഐഡ്രോപ്സ് പോട്ടിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലേ മാത്രം ഉപയോഗിച്ച് വേണമെങ്കിലും ബേസ് റെഡിയാക്കാൻ പറ്റും. അപ്പം ഞാൻ ആദ്യം സ്കർട്ടിൻ്റെ പോർഷനാണ് ചെയ്യാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ആ ഒരു ബോട്ടിലിൻ്റെ ലോവർ പോർഷനിൽ നമ്മളൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് സ്കർട്ട് പോലെ. അപ്പോൾ ആദ്യം ഒരു ബേസ് എന്നുള്ള പോലെ കുറച്ച് ക്ലേ വെച്ച് കവർ ചെയ്യുക. ഞാനിവിടെ സ്കർട്ടിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു കോഫി ബ്രൗൺ കളറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചോക്ലേറ്റ് ബ്രൗണും റെഡും കൂടെയാണ് ക്ലേയുടെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് കളർ വേണമെങ്കിലും സ്കർട്ടിന് എടുക്കാം കേട്ടോ. പട്ടുപാവാടയ്ക്കൊക്കെ ഏത് കളർ വേണമെങ്കിലും എടുത്താലും കുഴപ്പമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കളർ കോമ്പിനേഷനൊക്കെ എടുക്കാം. ഇനി നമുക്ക് ആ ഒരു ബേസിൽ ആദ്യം നമ്മളൊന്ന് കവർ ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ പുറത്തേക്ക് ഇനി പാവാടയുടെ ഞൊറിവ് പോലെ ഒന്ന് എടുക്കുക. അതിന് വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ്. ക്ലേ ഒന്ന് പരത്തിയെടുക്കുക. ക്ലേ ഒന്ന് പരത്തിയെടുത്തിട്ട് ഇതുപോലെ കൈ കൊണ്ടൊരു ഞൊറിവ് പോലെ വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ കുറേ പ്രാവശ്യം ഇതേപോലെ ചെയ്ത് ആ ഒരു സ്കർട്ടിൻ്റെ ആ ഒരു ബോട്ടിലിൻ്റെ ആ ഒരു പോർഷൻ മുഴുവനും കവർ ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. ആൻഡ് ഈ ഒരു വീഡിയോ കാണുന്നവർ പ്ലീസ് വാച്ച് ദിസ് വീഡിയോ ടിൽ ദ എൻഡ് വിത്തൗട്ട് സ്കിപ്പിംഗ്. ഐ നോ മൈ വീഡിയോസ് ആർ ലോങ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുറച്ച് ടഫായിട്ടുള്ള ഒരു സ്കൾപ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തുന്നതുകൊണ്ടാണ് കേട്ടോ വീഡിയോ കുറച്ച് ലോങ് ആവുന്നത്. പക്ഷെ കഴിയുന്നതും മുഴുവനും കാണാൻ ശ്രമിക്കുക. ആൻഡ് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ബേസിന് പകരം ഇപ്പോൾ ഇതുപോലെ ബോട്ടിലില്ലാന്നുണ്ടെങ്കിൽ ക്ലേ കൊണ്ട് തന്നെ ബേസ് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്ലേ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഇതുപോലെ ഞൊറിവൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം അതിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ പോവും. നന്നായിട്ട് ഉണക്കിയതിന് ശേഷം ഇതുപോലെ ചെയ്തെടുത്താലും മതി. ഇങ്ങനത്തെ ബോട്ടിലില്ലാന്നുണ്ടെങ്കിൽ ബോട്ടിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ബോട്ടിൽ റീയൂസും കൂടെ ചെയ്യാം. ഫസ്റ്റ് നമ്മളിത് ഞൊറിവൊക്കെ കവർ ചെയ്തതിന് ശേഷം അതിൽ കുറച്ച് കട്ടുകളും കൂടെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു സ്കർട്ട് പോലെ അത് ഫീൽ ചെയ്യും. ഇനി നമുക്ക് ബോഡി സ്കൾപ്റ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബോഡിക്ക് എങ്ങനെയാണ് കളറ് മിക്സ് ചെയ്യുന്നതെന്ന് എൻ്റെ ഒരു സിസ്റ്റർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ഞാനതിവിടെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ എല്ലാവരുടെ അടുത്തുള്ള കളർ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. വൈറ്റും ക്രിംസണും ലെമൺ യെല്ലോയും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പലതരത്തിൽ നമുക്ക് സ്കിൻ കളർ മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ പോർസലെയിൻ ക്ലേയുടെ കൂടെ വൈറ്റാണ് മിക്സ് ചെയ്യണത്. വൈറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിനൊരു ബേസ് കളർ കിട്ടും. ആൻഡ് വൈറ്റ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ലെമൺ യെല്ലോ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇനിയുള്ള വൈറ്റ് ഒഴിച്ചുള്ള മറ്റ് കളർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സ്കിൻ ടോൺ എന്താണെന്നനുസരിച്ചിട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സ്കിൻ ടോൺ എടുക്കുന്നുള്ളൂ. ഒരുപാട് ഫെയറും അല്ല, ഒരുപാട് ഡാർക്കും അല്ല. സോ അതുകൊണ്ട് ഞാൻ യെല്ലോ ഒരു 2 പ്രാവശ്യം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലേയുടെ ക്വാണ്ടിറ്റിയും അനുസരിച്ച് വേണം എടുക്കാൻ. ആദ്യം കുറച്ചൊന്ന് മിക്സ് ചെയ്ത് നോക്കുക നിങ്ങളുടെ കളറിനനുസരിച്ച് ചേരുമോന്ന്. എന്നിട്ട് മാത്രം ലാർജ് ക്വാണ്ടിറ്റി മിക്സ് ചെയ്തെടുത്താൽ മതി. ആൻഡ് അതിനുശേഷം ക്രിംസണും ഞാൻ ഒരു 2 പ്രാവശ്യം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. റെഡ്, അതായത് ക്രിംസൺ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും കൂടുതലായി പോകരുത്. കാരണം റെഡ് കൂടുതലായി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡോള് ലുട്ടാപ്പി ആയി പോവും. അപ്പോൾ ലുട്ടാപ്പി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഉണങ്ങി കഴിയുമ്പോൾ ഈ ക്ലേ ഡാർക്കനും കൂടെ ചെയ്യും കേട്ടോ. അതിൻ്റെ കളറ് ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്ന കളറിനെക്കാട്ടിലും കുറച്ചുകൂടെ ഡാർക്കനാവും. സോ അതും കൂടെ മനസ്സിൽ വെച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ. അപ്പോൾ ആദ്യമൊക്കെ കളറ് മിക്സ് ചെയ്ത് നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ക്ലേ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് അത് ഉണങ്ങുന്നവർ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ആ ഒരു ഡിസൈഡ് ആയിട്ടുള്ള കളറാണ് കിട്ടുന്നത് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ലാർജ് ക്വാണ്ടിറ്റി, ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റിയിൽ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. ഇനി നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഒരു സ്കിൻ ടോൺ മിക്സ് ചെയ്യണം എന്നുണ്ടെങ്കിലുള്ള ഒരു വഴി എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഫ്ലഷ് ടിൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു അക്രിലിക് കളർ ഉണ്ടെങ്കിൽ
ആ ഒരു കളറ് മാത്രം മതി ഒരു മിക്സിങ്ങിന്. അപ്പോൾ അത് ശരിക്കും ഒരു ഫ്ലഷിൻ്റെ കളറാണ് കിട്ടുക. അപ്പോൾ അത് വളരെ ഫെയർ ആയി പോകുന്നേ ഉള്ളൂ. അത് വേണമെങ്കിൽ കുറച്ച് ഡാർക്കൻ ചെയ്യാൻ അതിലും ഇതേപോലെ യെല്ലോയും റെഡോ അല്ലെങ്കിൽ കുറച്ച് ബേൺസിനെയൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ സ്കിൻ കളർ കിട്ടും. കയ്യിൽ ഈ ഒരു ഫ്ലഷ് ടിൻ്റ് എന്ന് പറയുന്ന കളർ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു 3 കളർ, അതായത് വൈറ്റ്, ലെമൺ യെല്ലോ ആൻഡ് ക്രിംസൺ, ഇത് എല്ലാ അക്രിലിക് ബോക്സിലും ഉള്ള കളേഴ്സാണ്. സോ ഇത് ഞാൻ കാണിച്ചത്. അപ്പോൾ ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അക്രിലിക് ബോക്സ് കയ്യിലുള്ള ഒരാൾക്ക് സ്കിൻ ടോൺ മിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അപ്പർ ബോഡി പോർഷൻ ഏകദേശം സ്കൾപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സ്കിൻ ടോൺ മിക്സ് ചെയ്യുന്നതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിന് വേണ്ടി മാത്രമായിട്ട് ഞാൻ ഒരു വീഡിയോ ഉണ്ടാക്കാൻ ശ്രമിക്കാം. അപ്പോൾ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് കൈകളൊക്കെ ഒന്ന് സ്കൾപ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കൈകൾക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ക്ലേ കുറച്ച് ഉരുട്ടി എടുത്തിട്ടുണ്ട്. കൈയൊക്കെ സ്കൾപ്റ്റ് ചെയ്യുന്നതിന് മുമ്പും ഞാൻ കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇതൊരു ലിറ്റിൽ ഗേൾ ആയതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കൈകൾ ഷോർട്ടായിട്ട് വേണം ചെയ്യാൻ. പിന്നെ നമ്മളുടെ ഡോളിൻ്റെ ആ ഒരു സൈസ് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ കണ്ട അത്രയേ ഉള്ളൂ, ആ ഒരു കുപ്പിയുടെ അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൈകളുടെ നീളം എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ ഇതൊരു ലിറ്റിൽ ഗേൾ ആയതുകൊണ്ട് പ്രത്യേകിച്ചും വളരെ ഷോർട്ടായിട്ട് വേണം കൈകളൊക്കെ ഷേപ്പ് ചെയ്തെടുക്കാൻ കേട്ടോ. വളരെ എളുപ്പമാണ് കൈയൊക്കെ ചെയ്തെടുക്കാൻ. വളരെ ചെറുതായതുകൊണ്ട് കുറച്ച് പ്രാക്ടീസ് വേണം എന്നേ ഉള്ളൂ. ഒരു കത്രിക ഒരു നീഡിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ടൂൾസിൻ്റെ പോലും ആവശ്യമില്ല സത്യത്തിൽ. എൻ്റെ കയ്യിൽ ടൂൾസ് ഉള്ളതുകൊണ്ട് മാത്രം ഞാനത് ഉപയോഗിക്കുന്നതാണ്. ആൻഡ് ഇനി ഫേസ് സ്കൾപ്റ്റ് ചെയ്യാം. അപ്പോൾ ഫേസ് സ്കൾപ്റ്റിങ്ങിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വേർഷൻ ഒന്നും ഇവിടെ പ്രതീക്ഷിക്കരുത്. കാരണം എൻ്റെ വീഡിയോ ഒരുപാട് ലെങ്ത്തിൽ ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയുകൊണ്ട് ഞാൻ ഓൾറെഡി ഫേസ് സ്കൾപ്റ്റിങ് കാണിച്ചിട്ടുണ്ടല്ലോ ഒരു വീഡിയോയിൽ. അപ്പോൾ അത് പോയി നോക്കുക. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു ഫേസ് സ്കൾപ്റ്റിംഗ് ഒക്കെ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഫേസ് സ്കൾപ്റ്റിങ് നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഓരോ തവണയും നമുക്ക് ഫേസ് സ്കൾപ്റ്റിങ് വീഡിയോയിൽ ഉൾപ്പെടുത്തുമ്പം ഒത്തിരി നീണ്ടു പോകും എൻ്റെ വീഡിയോ. ഞാൻ ആ ഫേസ് സ്കൾപ്റ്റിങ്ങിൻ്റെ വീഡിയോ ഇവിടെ ലിങ്ക് ഷെയർ ചെയ്യാം, നിങ്ങൾ പോയി നോക്കിയാൽ മതി. ഞാൻ കൈകളും ഹെഡും അതുപോലെ ബോഡിയും ഒക്കെ സെപ്പറേറ്റ്ലി ഉണക്കി വെച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മളത് സെപ്പറേറ്റ്ലി ഉണക്കി വെക്കണം. എന്നിട്ട് ഞാനിവിടെ കുറച്ച് ഐ പിൻസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ ഒരു ഹെഡിൻ്റെ പോർഷനിലും അതുപോലെ കൈകളിലും അതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, ഇത് കുറച്ച് ഉണങ്ങിയത് കൊണ്ടാണ്. ആൻഡ് ഹെഡ് ഫിക്സ് ചെയ്യുക. ഇപ്പോഴേ ഗ്ലൂ ഒന്നും ആഡ് ചെയ്യണ്ട ഹെഡിന്, കാരണം നമുക്ക് പെയിൻ്റൊക്കെ അടിക്കാനുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹെഡും അതുപോലെ തന്നെ കൈകളും അതെ പശയൊന്നും ഉപയോഗിച്ചിട്ടില്ല, ഒട്ടിച്ചിട്ടില്ല. ആൻഡ് ഇനി നമുക്ക് നമ്മുടെ പട്ടുപാവാടയുടെ ബ്ലൗസ് ശരിയാക്കി കൊടുക്കും. അപ്പം ഞാനിവിടെ ക്ലേയുടെ കൂടെ മിക്സ് ചെയ്തിരിക്കുന്നത് ഗോൾഡ് അക്രിലിക് പെയിൻ്റാണ്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തോന്നുന്നുണ്ടാവില്ല അത് ഗോൾഡാണ് മിക്സ് ചെയ്തിട്ടുള്ളതെന്ന്. പക്ഷേ ഇത് ഉണങ്ങി വരുമ്പോൾ ഉണ്ടല്ലോ ഒരു ലൈറ്റ് ഗോൾഡ് കളറാണ് ഇനി കിട്ടുക. അപ്പോൾ അത് ഒരുപാട് ഷൈനിങ് ആയിട്ടുള്ളതുമല്ല, അപ്പം നല്ലൊരു ഭംഗിയായിരിക്കും നമ്മുടെ ഡോളിൻ്റെ ക്ലോത്തിന് കിട്ടുക. അപ്പോൾ അത് ഇതുപോലെ തന്നെ പേൾ മെറ്റാലിക് കളറ്, പേൾ കളേഴ്സ്, അതൊക്കെ ഈ പേൾ പോഴ്സലിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പം നല്ലൊരു ഭംഗിയാണ് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഡോളിക്കുട്ടിക്ക് ഒരു ചെറിയ ഒരു മാല, ഒരു നെക്ലേസ് പോലെ ഒരു മാല വെച്ച് കൊടുക്കാം. എല്ലാം ഞാൻ ക്ലേയിലാണ് ചെയ്യുന്നത്. വളകൾ വെച്ച് കൊടുക്കാം, കുഞ്ഞ് കമ്മൽ വെച്ച് കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ ഉണക്കിയെടുക്കണം. ഉണങ്ങിക്കഴിയുമ്പം കണ്ടില്ലേ കളർ ചേഞ്ച് ചെയ്തു, കുറച്ചൊരു ലൈറ്റ് ഗോൾഡ് കളർ വന്നു. ഇനി നമുക്ക് ഫേസിൽ ഫീച്ചേഴ്സൊക്കെ വരച്ചു കൊടുക്കാം. അപ്പോൾ കണ്ണ് ഞാൻ സ്കൾപ്റ്റ് ചെയ്തിട്ടില്ല, അവിടെ ജസ്റ്റ് ഒരു കുഴി മാത്രമേ കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. അവിടെ ഞാൻ കണ്ണുകൾ വരച്ചു കൊടുത്തു, പൊട്ടൊക്കെ തൊടിച്ചു കൊടുത്തു, ലിപ്സ് വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ഓർണമെൻറ്റ്സിൻ്റെ ഭാഗം മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഡൾ ഗോൾഡാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഓർണമെൻറ്റ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്താലേ ഒരു ഒറിജിനാലിറ്റി കിട്ടുള്ളൂ. അതുപോലെ പട്ട് വരുന്ന ഭാഗത്ത് നമുക്ക് ഗോൾഡ് കളർ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പെയിൻറ്റിങ് എന്നുള്ള ഒരു
ഭാഗം ഫേസ് വരയ്ക്കാനും അതുപോലെ ഡ്രസ്സൊന്ന് എൻഹാൻസ് ചെയ്യാനും മാത്രമേ ഞാൻ പെയിൻറ്റിങ് എന്നുള്ളൊരു കാര്യം യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ കളറ് മിക്സ് ചെയ്തിട്ട് എടുക്കണേ. ഫേസ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്കിനി ഹെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് കുഞ്ഞു കുട്ടിയായതുകൊണ്ട് ഹെയർ വളരെ കുറച്ച് വയ്ക്കുന്നുള്ളൂ. അതിനൊരു ക്യൂട്ട് ഹെയർ സ്റ്റൈലാണ് ഞാൻ പ്ലാൻ ചെയ്യണം. നിങ്ങൾ പോർസലൈന് പകരം നിങ്ങൾക്ക് വേറെ ഏത് ഹെയർ വേണമെങ്കിലും യൂസ് ചെയ്യാമെന്ന് പറഞ്ഞോളൂ. അപ്പോൾ സ്കൾപ്റ്റ് ചെയ്ത് എടുക്കുന്നതൊക്കെ ഇതേ മെത്തേഡിൽ തന്നെ ചെയ്തിട്ട് ലാസ്റ്റ് പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പക്ഷേ ഐ പേഴ്സണലി പ്രിഫർ ദിസ് ക്ലേ, ദ കോൾഡ് പോർസലൈൻ. കാരണം നമ്മൾ ഹോം മെയ്ഡാണ്, നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ആൻഡ് അതുപോലെ ഇതൊരു നല്ലൊരു ക്ലേ ആണ്, കാരണം പ്രാക്ടീസിനാണെങ്കിൽ എല്ലാത്തിനും. മറ്റേ ക്ലേ ഒക്കെ നമ്മൾ കാശ് കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങിക്കണം. ആൻഡ് അത് മിക്കവാറും മിനിയേച്ചറിനൊന്നും അത്ര സ്യൂട്ടബിൾ ആവില്ല. അതുപോലെ ഫിനിഷിംഗ് ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം നമ്മൾ പെയിൻറ്റ് ചെയ്തല്ലേ കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഒരു ക്ലേ ആണ് ഇഷ്ടം. പിന്നെ വലിയ ഡോളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ഓൾറെഡി ചെയ്യുന്നതിലൊക്കെ ഞാൻ വാങ്ങിക്കുന്ന ക്ലേസ് മോൾഡിറ്റൊക്കെ പോലത്തെ ക്ലേ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ വലിയ സ്കൾപ്റ്റിനൊക്കെ അത് നല്ലതാണ്. അപ്പം നമ്മുടെ കുഞ്ഞനിയത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹലോ, വെൽക്കം ടു അവർ ഡോൾ ഫാമിലി ലിറ്റിൽ സിസ്റ്റർ. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ ഡോൾസിനും നെയിം ചെയ്യാറുണ്ട്. അങ്ങനെ ഈ ഡോളിന് ഒരു പേരിട്ടു. ഈ കുഞ്ഞു ഡോളിൻ്റെ പേരാണ് ഹിമ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹിമക്കുട്ടി ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആൻഡ് നമ്മൾ ഈ ഒരു ചാനലിൽ റെഗുലർലി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് മൺഡേയും ഫ്രൈഡേയും ആണ്. അറൗണ്ട് 7 PM ആണ് അപ്ലോഡിങ് ടൈം. ആൻഡ് ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. ആൻഡ് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി തിങ്കളാഴ്ച കാണാം. Till then, bye from Jay and Hima. Thank you for watching.